അല്ല സമീർ ബന്ന, നീ എങ്ങോട്ട് എത്ര തിരക്ക് പിടിച്ചു പോകുന്നത്? ഞാൻ ആ റാണിയമ്മേനെ ഒന്ന് കാണാൻ പോവാ. റാണിയമ്മയുടെ അടുത്തേക്കോ? പക്ഷെ എന്തിനാ? ആ റോജ അപ്പൊ കാർഡ്ബോർഡ് ബോക്സ് എടുത്തോണ്ട് പോകുന്ന ഞാൻ പിന്നെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് റാണിയമ്മയോട് പറഞ്ഞേ പറ്റുമോ? നിക്ക്, നീ എന്താ കരുതുന്നേ? ഇത്ര ചെറിയൊരു കാര്യം സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ലെന്നാണോ? ഇല്ല ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം നീ എന്നോട് വന്ന് പറയണോ? അത് ശരി ആന്റി. നിനക്കറിയാലോ എന്റെ പുന്നാരക്കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന്. നീ പൊക്കോ, നീ പോയി റെഡിയാവ. റെഡിയാകണോ? എന്തിനാ? അതെന്ന് ഗാന്ധി റോഡിൽ വെച്ച് നമുക്കൊരു ഫംഗ്ഷൻ ഉള്ളത് മറന്നോ നീ? വാവ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സാധാരണക്കാൾ നമ്മൾ രാജകുടുംബക്കാരെ കാണാൻ വേണ്ടിയല്ലേ കൂടുന്നത്. അവരെ നമുക്ക് നിരാശപ്പെടുത്താനാവില്ലല്ലോ. അല്ലെങ്കിലും എന്റെ പുന്നാരക്കുട്ടി എന്തൊരു ഹാൻസം ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഫാൻസ് അവനുള്ളത് തന്നെ. നിന്നെ ഒന്ന് കാണാൻ ആളുകൾ കാത്തിരിക്കുകയായിരിക്കും. നന്നായി വരട്ടെ. എന്റെ കണ്ണ് തന്നെ നിനക്ക് കിട്ടാതിരുന്നാ മതി. അമ്മയുടെ കണ്ണ് മകന് കിട്ടില്ല. എന്നെ അനുകരിച്ചാൽ മതി. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ചെല്ല. ഭാഗ്യം കൊണ്ടാണ് സമീർ പന്നയെ കണ്ട ആദ്യം ഈ കാര്യം റാണിയമ്മ അറിയുന്നതിന് മുമ്പ് അറിയാൻ പറ്റിയത്. നമ്മുടെ ജോലികൾ തീരുന്നത് വരെയും ആവിക് പന്നയെയും കൂട്ടി ആ റോജ ഈ വീട് വിട്ടു പോയിരിക്കുകയാണെന്നുള്ള സത്യം ഇവിടെ ആരും അറിയാൻ പാടില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. സത്യം തന്നെ നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? മനസ്സിന് നന്മയുള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഭയപ്പെടണം? ബലഹീനനായ ഒരുത്തൻ ആത്മവിശ്വാസത്തോടെ വാൾ കയ്യിലെടുത്ത് സത്യമെന്നായത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? പോരാടാൻ പറ്റും. അതെ പപ്പ, എനിക്ക് പപ്പയുടെ വാക്കുകൾ ഓർമ്മയുണ്ട്. ഞാനൊരിക്കലും ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല. എനിക്ക് ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ, ഈ പെണ്ണിനെ നോക്കുന്ന ഈസി അല്ല. ശരിയാ, മാസത്തിൽ ഇതേ കണക്ക് 2 പണി കിട്ടുകയാണെങ്കിലേ വലിയ പണിയൊന്നും എടുക്കാതെ നമുക്ക് ആവശ്യമുള്ള കാശുകൾ പോരും. മതി മതി, ഓവർ ആവണ്ട, ചീട്ടിട്. നീ ഇറക്കടേ. ഇവരിപ്പ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പുറത്തു പോയാൽ മാത്രമേ അവയ്ക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. എന്താ ചെയ്യാ ഞാൻ എന്താ ചെയ്യാം? എനിക്കൊരു വഴി കാണുന്നില്ലല്ലോ. ഐഡിയ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം നിന്നെ അന്വേഷിക്കുന്നു. സാരല്ല, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. നിന്നെ അവസാനം കിട്ടിയല്ലോ. ആ പെണ്ണ് ഉറക്കപ്പിച്ച് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ. ചേട്ടാ, ഈ അവിക്കാരാ?
അവള് കുറെ നേരമായി പറയുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അതേ, ഈ അവിക്കാണ് അവളുടെ അനിയൻ. നീ നോക്ക്, നീ വിഷമിക്കണ്ട. ഞാൻ നിന്റെ കൂടെ, അതായത് നിന്റെ ചേച്ചി നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പെട്ടെന്ന് പോകാം കേട്ടോ. എടാ, പെണ്ണിന് വട്ട എന്നാ തോന്നുന്നേ. തലയ്ക്ക് അടി കെട്ടി കാണും. എവിടെ നോക്കിയാലും അവളുടെ അനിയനെ കാണുന്നെന്ന് തോന്നുന്നു. അതാ ഞാനും ആലോചിച്ചു. ഞാൻ ആ ചെറുക്കനെ ഗാന്ധി റോഡിൽ കളഞ്ഞിട്ടാണല്ലോ വന്നത്. അവനെങ്ങനെ ഇവിടെ വരാനാ? അതല്ലേടാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ആ പെണ്ണിനെ പ്രാന്തായതാണെന്ന്. ദേ കിടക്കുന്നല്ലേ ചീട്ട് അടിച്ച് ഞാൻ. ഗാന്ധി റോഡ്, അങ്ങനെയാണെങ്കിൽ അവിക്കുള്ളത് ഗാന്ധി റോഡിലാണ്. ഞാനിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്ത് എത്രയും പെട്ടെന്ന് ഗാന്ധി റോഡിൽ എത്തിയേ പറ്റൂ. അവിക് ബണ്ണയ്ക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അവിക് ബണ്ണ, മോനെ നീ അകത്തുണ്ടോ? റാണിയമ്മ അവിക്കിന്റെ മുറിയുടെ പുറത്തോ? ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്ക്. കണ്ടാ നിനക്ക് വളരെ സന്തോഷമാകും. ഇല്ല, റാണിയമ്മയ്ക്ക് മനസ്സിലാക്കാൻ പാടില്ല അവയ്ക്ക് ആ മുറിയിലില്ലെന്നുള്ളത്. എന്താ ചെയ്യാ? അവിക് ബണ്ണ, അല്ല നിനക്കെന്താ പറ്റിയത്? മോഹിനി, നിനക്ക് എന്താ പറ്റിയതെന്ന്? അത് റാണിയമ്മ, ഞാനത് ഓടി വരികയായിരുന്നു റാണിയമ്മയുടെ അടുത്തേക്ക്. അപ്പോ അറിയാതെ എന്നെ നാടും ഒന്ന് പേടിച്ചു. നിന്നോട് ആരാ എന്റെ പുറകെ ഇങ്ങനെ ഓടി വരാൻ പറഞ്ഞത്? എന്തിനാ ഓടിയെന്ന് ചോദിച്ചത്? ആ ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ റാണിയമ്മ. അത് ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആയി. ഞാൻ വിവരം അറിഞ്ഞപ്പോ നമ്മൾ ഗാന്ധി റോഡിൽ ജനങ്ങൾക്കായിട്ട് ഒരു വെള്ളം കുടിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നില്ലേ, അപ്പോ ഇന്ന് അവിടുത്തെ ജോലികളൊക്കെ തുടങ്ങാണ്. അവിടത്തെ ആ കെട്ടിടത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക ആളുകൾ ആഗ്രഹിക്കുന്നത് റാണിയമ്മയുടെ കൈ കൊണ്ട് തന്നെ വെക്കണമെന്നാണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നുകൊണ്ടിരുന്നത്. റാണിയമ്മ വേഗം പോയി റെഡിയായിട്ട് വരണം. എന്നിട്ട് വന്ന് പൂജകളൊക്കെ ചെയ്യൂ. ഞാൻ തീർച്ചയായും അതിൽ പങ്കെടുക്കും. പക്ഷെ ആദ്യം ഞാൻ ഇത് അവിക് ബണ്ണയ്ക്ക് കൊടുത്തിട്ട് വരാം. ഈ കളിപ്പാട്ടങ്ങള് എന്താ ഇത് റാണിയമ്മേ? നിങ്ങളുടെ മരുമകളായ ഞാനിവിടെ നിൽക്കുമ്പോ, ഞാനിവിടെ ഉള്ളിടത്തോളം ഈ ചെറിയ കാര്യങ്ങളൊക്കെ റാണിയമ്മ നോക്കേണ്ട കാര്യം എന്താണ്? ഞാൻ കൊണ്ടേ കൊടുക്കാം അവിക് ബണ്ണയ്ക്ക് കളിപ്പാട്ടങ്ങൾ. ഇപ്പൊ റാണിയമ്മ പോയി വേഗം തന്നെ റെഡിയായിട്ട് വരിക വേണ്ടത്. എന്ത് കഠിനമായ വെയിലാണെന്നോ. ആ വെയിലത്ത് നമ്മുടെ ജനങ്ങൾ നിൽക്കേണ്ടി വരുന്നത്, അതും വെള്ളം പോലും കിട്ടാനില്ലാത്ത ഭാഗത്ത്. അതത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് റാണിയമ്മ ലേറ്റ് ആവണ്ട. ഇത്രയും നല്ലൊരു കാര്യമല്ലേ റാണിയമ്മ ചെയ്യാൻ പോകുന്നത്? സത്യം പറയട്ടെ റാണിയമ്മ, ഭാവിയിൽ ആ കെട്ടിടത്തിൽ റാണിയമ്മയുടെ പേര് കാണുമ്പോഴുണ്ടല്ലോ, ഉറപ്പായും എനിക്ക് വല്ലാത്ത അഭിമാനം തന്നെ തോന്നും. അതൊന്നും വേണ്ട. ആ ശിലാശാസനത്തിൽ എന്റെ പേരുണ്ടാവരുത്. അവിക് ബണ്ണയുടെ പേരാണ് ഉണ്ടാവേണ്ടത്. കാരണം ഈ രാജസിംഹാസനം, ഈ സാമ്രാജ്യം, ഖജനാവ് എല്ലാം അവൻ്റേതല്ലേ. ഞാൻ ജസ്റ്റ് അവന്റെ കെയർടേക്കർ മാത്രമാണ്. ഇത് നിങ്ങളുടെ മഹത്വമാണ് റാണിയമ്മ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. റാണിയമ്മ, എന്നാ വേഗം ചെന്ന് റെഡി ആയിട്ട് വരൂ. നീ അവന്റെ അടുത്ത് ഇത് കൊടുത്തേക്കേ. അവിക് പന്ന എപ്പ നോക്കിയാലും അവിക് പന്ന. അവിക് ബന്ന. മദ്യം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എത്തിക്കഴിഞ്ഞോ? ഞാനൊന്ന് നോക്കട്ടെ. ഈ ചെക്കനെ പൊക്ക്. എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരെന്തിനാ അവിക്കിനെ തനിച്ച് ഗാന്ധി റോഡിൽ വിട്ടെ? ഇനി എങ്ങാനും അവരെന്തെങ്കിലും ചെയ്യാൻ പോവാണോ? അയ്യോ, ഇല്ല, അവൻ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിനു മുമ്പ് ഞാൻ അവന്റെ അടുത്തേക്ക് എത്തിയേ പറ്റൂ. അവിക് ബന്നയ്ക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടം എത്ര സ്നേഹത്തോടെ കൊണ്ടുവന്നാണല്ലേ റാണിയമ്മ. പക്ഷെ നിനക്ക് ഇത് വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ,
ഭയങ്കര വിഷമം തോന്നുന്നു ഉറപ്പായും. നിങ്ങളുടെ ചിരിയുണ്ടല്ലോ, അത് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ, നിനക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? കാരണം നീ ഇപ്പൊ ഒരു ഊമയെ കഴിഞ്ഞില്ലേ അവിക് പന്ന. പക്ഷെ നിന്റെ മരണത്തിന്റെ ആ ഒച്ച അതിന് ആർക്കും കേൾക്കാനാവില്ല, ആർക്കും ആവില്ല. സോ സാഡ്.